അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ 30 ദിവസത്തെ ഒരു അനുമതി വേണോ ഇന്ത്യ എന്ന ഒരു പരമാധികാര രാജ്യത്തിന് തങ്ങൾ ഏതു രാജ്യത്തു നിന്ന് എണ്ണയോ മറ്റോ സ്വീകരിക്കാൻ? ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നോക്കി കൽപ്പിക്കുന്ന പാശ്ചാത്യൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളുടെ രാജ്യം ആരുമായി ഏതൊക്കെ കരാറിലും കച്ചവടത്തിലും ഏർപ്പെടുമെന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ധീരമായി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത്തരം ചരിത്രങ്ങളെല്ലാം മുൻപ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നയതന്ത്ര ചരിത്രത്തിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ ഇന്ത്യൻ ഭരണാധികാരികൾ തല ഉയർത്തി നിന്ന ധീരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എ.ബി. വാജ്പേയിയും ഡോക്ടർ മൻമോഹൻ സിംഗുമെല്ലാം അക്കൂട്ടത്തിൽ തല ഉയർത്തി നിന്നവരാണ്. ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുന്ന 1971 കാലഘട്ടം. പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒരു ഭാഗത്ത്, ലോകം ഒരു വശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നു, അമേരിക്കൻ ഭീഷണി മറുഭാഗത്ത്. എന്നാൽ ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുൻപിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണ് പതറേണ്ടി വന്നൊരു സന്ദർഭമുണ്ടായി. ബംഗാൾ ഉൾക്കടലിലേക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക അയച്ച ആയുധപ്പുരകളെ വെറും കടലാസ് തോണികളാക്കി മാറ്റിയ ആ ചരിത്രം ഇന്നും ഇന്ത്യൻ പരമാധികാരത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഭരണകൂടത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നായി അത് തല ഉയർത്തി നിൽക്കും. യുദ്ധം മുറുകുന്ന സമയം, പാകിസ്ഥാന്റെ പരാജയം ഉറപ്പായതോടെ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു. വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ നിക്സൺ ഇന്ദിരയോട് കയർത്ത് സംസാരിക്കുകയും പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ധീര വനിത ഇന്ദിര നൽകിയ മറുപടി നിക്സലെ പോലും അമ്പരപ്പിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങളാരെയും അനുവദിക്കില്ലെന്ന് അവർ കട്ടായം പറഞ്ഞു. ഇന്ത്യയെ വിരട്ടാനായി നിക്സൺ തൻ്റെ ഏറ്റവും വലിയ കരുത്തായ ടാസ്ക് ഫോഴ്സ് 74 USS എൻ്റർപ്രൈസ് ഉൾപ്പെടെ 7ാം കപ്പൽ പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അണുശക്തി വിമാനവാഹിനി കപ്പലായിരുന്നു അത്. ഇന്ത്യൻ തീരത്തേക്ക് അമേരിക്കൻ പടക്കപ്പലുകൾ അടുക്കുന്നു എന്ന വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ അമേരിക്കയുടെ വരവ് കണ്ട ഇന്ദിര ഒട്ടും തന്നെ പരിഭ്രമിച്ചില്ല. അവർ നേരത്തെ തന്നെ സോവിയറ്റ് യൂണിയനുമായി ഒപ്പിട്ടിരുന്ന സൗഹൃദ കരാർ ഇന്തോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് പുറത്തെടുത്തു. അമേരിക്ക വന്നാൽ റഷ്യ ഇടപെടും എന്നതായിരുന്നു ആ കരാർ. ഇന്ദിരയുടെ ഒരൊറ്റ ഫോൺ കോളിൽ റഷ്യൻ നാവികസേനയുടെ പടക്കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കുതിച്ചു വന്നു. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയെ വളയാൻ നോക്കിയ അമേരിക്കൻ കപ്പലുകൾക്ക് പിന്നിലായി സോവിയറ്റ് യൂണിയന്റെ അന്തർവാഹിനികൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് വളയുകയും പാക് സൈന്യത്തെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാതെ ഇന്ദിര ഉറച്ചു നിന്നതോടെ ഒടുവിൽ നിക്സണ് തൻ്റെ കപ്പൽ പടയെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. നിങ്ങൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന ഇന്ദിരയുടെ ആ കനത്ത ശബ്ദത്തിന് നൂറ്റാണ്ടുകൾ കണ്ട നയതന്ത്രത്തിൻ്റെയും ഒരു ഭരണാധികാരിയുടെ ഇരുപ്പുറച്ച അവസ്ഥയുടെയും കാര്യമുണ്ടായിരുന്നു. 1974 1998 കാലഘട്ടങ്ങൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ആണവശക്തിയാവാൻ കൈക്കൊണ്ട ധീരമായൊരു തീരുമാനം. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുന്നത് തടയാൻ അമേരിക്ക സകല വഴികളും നോക്കി. 1974 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലഘട്ടവും 98 അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്ന കാലഘട്ടവും അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തുകയാണ് ഇന്ത്യ. പരീക്ഷണത്തിന് പിന്നാലെ അമേരിക്ക ഇന്ത്യക്ക് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്ന് ഇന്ദിര തറപ്പിച്ച് പറഞ്ഞു. ഭീഷണികൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ലോകത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ ഭാരതമാരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്നായിരുന്നു 1998 ആണവ പരീക്ഷണത്തിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ.ബി. വാജ്പേയിയുടെ ധീരമായ പ്രഖ്യാപനം. ഉപരോധങ്ങളെ അതിജീവിച്ച് ഇന്ത്യ ഒരു പരമാധികാര ആണവ ശക്തിയായി മാറുന്നത് അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ എല്ലാ ഭീഷണിയെയും നെഞ്ചും വിരിച്ച് നേരിട്ടുകൊണ്ടാണ്. 1990കളിൽ VP നരസിംഹറാവുവിൻ്റെ കാലഘട്ടം. മിസൈൽ സാങ്കേതിക വിദ്യയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നു. റഷ്യയിൽ നിന്ന് ക്രയോജനിക് എഞ്ചിനുകൾ വാങ്ങുന്നതിനെ വാഷിംഗ്ടൺ എതിർക്കുന്നു. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തദ്ദേശീയമായി സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാനുള്ള ദീർഘവീക്ഷണം റാവു കാണിച്ചു. അമേരിക്കൻ എതിർപ്പുകളെ നയതന്ത്രപരമായി നേരിട്ട് ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ മേഖലകളെ അദ്ദേഹം സംരക്ഷിച്ചു. ഇനി 15 വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന ഒരു കാലഘട്ടം. US-ലെ ഇന്ത്യൻ നയതന്ത്രജ്ഞ ദേവയാനി ഗോബ്രഗഡയെ വീട്ടുജോലിക്കാരിയുടെ വിസ അപേക്ഷയിൽ കൃത്രിമം കാണിച്ചു എന്നാരോപിച്ച് അവരെ US പോലീസ് അറസ്റ്റ് ചെയ്യുന്നു.
നടു റോഡിൽ വെച്ച് ദേവയാനിയെ അറസ്റ്റ് ചെയ്ത് ദേഹപരിശോധന ഉൾപ്പെടെ നടത്തി ക്രിമിനലുകളോടൊപ്പം തടവിൽ പാർപ്പിക്കുന്നു. ഇന്ത്യൻ നയതന്ത്രജ്ഞ എന്നത് ഇന്ത്യയുടെ വിദേശകാര്യങ്ങളിലെ ഉന്നത സ്ഥാനമാണ്. ആ സ്ഥാനത്തുള്ളയാളെ അപമാനിക്കുന്നത് ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നയതന്ത്ര പരിരക്ഷകൾ ഉറപ്പുവരുത്താത്ത അമേരിക്കൻ നീക്കം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സൽമാൻ ഖുർഷിദ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും US-ന്റെ അംബാസഡർമാരെ മൻമോഹൻ സിംഗ് സർക്കാർ ഉടൻ തന്നെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുന്നു. പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിഷേധ സൂചകമായി സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ഡൽഹിയിലെ US എംബസിക്ക് പുറത്തുള്ള കോൺക്രീറ്റ് ബാരിക്കേഡുകൾ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു. അതീവ സുരക്ഷാ മേഖലയായ ചാണക്യപുരിയിലെ എംബസിക്ക് പുറത്തുള്ള ബാരിക്കേഡുകൾ നീക്കാൻ ബുൾഡോസറുകൾ എത്തി അമേരിക്കയെ അപമാനിച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചു. അത് ലോക മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. അമേരിക്കൻ എംബസിക്ക് മേലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുമെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചു. പിന്നീട് ദേവയാനിയെ ഇന്ത്യയിലേക്ക് ഇന്ത്യ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തിൽ തൊട്ടുകളിക്കാൻ ആരെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുവദിച്ചിരുന്നില്ല ഇന്ത്യയും അതിൻ്റെ ഭരണകർത്താക്കളും. എന്നാൽ സമകാലിക സംഭവങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. കാലങ്ങളായി ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ നൽകുന്ന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അതോടെ കുറയ്ക്കുകയാണ്. ഇന്ത്യക്കൊപ്പം എല്ലാ കാലത്തും സൈനിക, സാങ്കേതിക, ശാസ്ത്ര, ബഹിരാകാശ മേഖലകളിൽ പോലും ശക്തമായി ഇന്ത്യയെ പിന്തുണച്ച റഷ്യ ആണ് ഇത് എന്നോർക്കണം. വിസാ നിയമത്തിൻ്റെ പേരിൽ അനധികൃതമായി കുടിയേറിയവരിൽ ഇന്ത്യക്കാരായ ആളുകളെ കൈവിലങ്ങുകൾ വെച്ച് സൈനിക വിമാനത്തിൽ അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതും ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയത് നമ്മൾ കണ്ടതാണ്. മറ്റു രാജ്യങ്ങളിലെ ഇതേ കുറ്റം ചെയ്ത ആളുകൾക്ക് മികച്ച പരിഗണനയും മികച്ച സംവിധാനങ്ങളും ആ രാജ്യത്തിന് ഏർപ്പാട് ചെയ്യാനുള്ള സമയം അനുവദിച്ചപ്പോഴാണ് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാഷ്ട്രത്തെ അമേരിക്ക ഇങ്ങനെ അപമാനിച്ചത് എന്ന് നോക്കണം. ഇന്ത്യ പാക് സംഘർഷം നടന്ന സമയത്ത് താൻ ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്നും ഇന്ത്യയുടെ ഭരണകർത്താക്കൾ തന്നെ വിളിച്ച് തന്നോട് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് പാകിസ്ഥാനുമായി താൻ ചർച്ച നടത്തിയത്, അങ്ങനെയാണ് യുദ്ധം നിന്നത് എന്ന് ട്രംപ് പല തവണ പറഞ്ഞപ്പോഴും അതിന് പക്ഷേ ആ അർത്ഥത്തിൽ മറുപടി പറയുന്നത് നമ്മൾ കേട്ടില്ല. ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 30 ദിവസം എന്ന അച്ചാരം കൂടി അമേരിക്ക വെച്ച് നീട്ടുമ്പോൾ നമ്മളൊരു പരമാധികാര രാഷ്ട്രമാണെന്നും നാം നേടിയ കരുത്തും അന്തസ്സും ഒരു ലോകശക്തിക്ക് മുൻപിലും പണയപ്പെടുത്തില്ലെന്നും ഇന്ത്യ പറയേണ്ടതുണ്ട്. ആരോട് എന്തൊക്കെ വാങ്ങണമെന്നത് ഇന്ത്യയുടെ താല്പര്യമാണെന്നും പറയാൻ നമ്മുടെ ഭരണാധികാരികൾ മടിക്കരുത്. കുറഞ്ഞത് പോടാ പുല്ലേ അമേരിക്ക എന്നെങ്കിലും പറയണം നമ്മൾ. Waytonikah.com, the exclusive Muslim matrimonial site.